ഇപ്പോൾ ഈവൻ നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് പിരിയുകയാണെങ്കിൽ പോലും ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും, ഇത്രയും കാലം എന്നോട് ഇഷ്ടം കാണിച്ച് എൻ്റെ കൂടെ നിന്ന് നീ സുഖമായിട്ട് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. തിരിച്ച് സനയും ആഗ്രഹിക്കുന്നുണ്ടാവും. വന്നത് ഞാനും വൈഫുള്ള ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മാറണം എന്നുള്ളത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മോള് ഏറ്റവും ഹാപ്പി ആയിട്ട് എൻ്റെ കൂടെയുണ്ട്. വൈഫും മോളെ വിളിക്കുന്നു, സംസാരിക്കുന്നു. അവൾ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവളും എൻഗേജ്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കുറേ കാലമായിട്ട് നമ്മൾ ഒരുമിച്ചുള്ള ഫ്രെയിമുകളൊന്നും നിങ്ങൾ കാണാത്തത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോൾ ലീഗലി ഡിവോഴ്സ്ഡ് ഒന്നുമല്ല, അവിടെ ഉണ്ട്, മോളെൻ്റെ കൂടെയുണ്ട്. ഞാൻ സനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എടുക്കുന്ന തീരുമാനം പൂർണ്ണമായിട്ടും സന്തോഷത്തോടു കൂടി എടുത്തതാണെങ്കിൽ പോലും പിന്നീട് എപ്പോഴെങ്കിലും ഇതിനേക്കാൾ നല്ലൊരു ജീവിതം കിട്ടുമായിരിക്കുമെന്ന് തോന്നിയാൽ, അതല്ലെങ്കിൽ ഇതിനേക്കാളും സന്തോഷമുള്ളൊരു ജീവിതം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് എന്നോട് ഓപ്പണായിട്ട് പറയണം എന്നും, ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് എന്നോട് ഡിസ്കസ് ചെയ്ത് ആ തീരുമാനത്തോടൊപ്പം ഉറച്ചു നിൽക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു വിവാഹ ജീവിതത്തിൽ ഒരാളോടൊപ്പം ജീവിക്കുന്ന സമയത്ത് നമുക്കതിലൊരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഒരുപാട് കാലം കഷ്ടപ്പെട്ട് ജീവിക്കരുത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സനയോട് അങ്ങനെ പറഞ്ഞത്, സനയ്ക്ക് ഇതിനേക്കാൾ സന്തോഷമുള്ളൊരു ജീവിതം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ സന അത് എന്നോട് അന്ന് പറയണം. അത് എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും എന്നോട് ഓപ്പണായിട്ട് പറയണം. ഒരിക്കലും എന്നോടൊപ്പമുള്ള ജീവിതത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റോ ഒരു സാരമില്ല ലൈഫ് ഇങ്ങനെയൊക്കെ പോവട്ടെ എന്നൊരു തോന്നലോ ഉണ്ടാവരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മലപ്പുറം സ്വദേശി ഷിഹാബ്, ഒട്ടുമിക്ക പേർക്കും അദ്ദേഹത്തെ അറിയാം എന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ആക്റ്റീവായ ഒരു മനുഷ്യനാണ് ഷിഹാബ്. ഒരുപാട് പരിമിതികൾ ഉണ്ട് എങ്കിലും ആ പരിമിതികളെ ഒക്കെ മറികടന്നിട്ട് എല്ലാ കാര്യത്തിലും ഫുൾ ആക്റ്റീവായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അതായത് അഭിനയമായാലും ഡാൻസ് ആയാലും തന്റെ ഒരുപാട് പരിമിതികളിൽ ആ പരിമിതികളൊക്കെ മാറ്റിവെച്ചിട്ട് ശരിക്കും ഫുൾ ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരാളാണ് ഈ ഷിഹാബ് എന്ന് പറയുന്നത്. 2018 ഏപ്രിൽ 15 ഒരു മൊഞ്ചത്തി കുട്ടിയായി സനയെ ഷിഹാബ് പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത്. അവർക്കൊരു സുന്ദരി മോളുമായിട്ടുണ്ട്, അതായത് ആമി എന്ന് പറയുന്ന ഒരു സുന്ദരി കുട്ടി. എന്തായാലും ഹാപ്പി ആയിട്ട് പോകുന്ന അവരുടെ ജീവിതം കണ്ട് എല്ലാവരും സന്തോഷിച്ച്. എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അവർ ഡിവോഴ്സ് ആവാൻ പോകുന്നു എന്നാണ്. ശരിക്കും ഞെട്ടിപ്പോയി. ഒരിക്കലും അവർ തമ്മിൽ പിരിയരുതേ എന്നാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. അതായത് ഞങ്ങളുടെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്തു, ഡേറ്റൊക്കെ കൺഫേം ആയി. തലേ ദിവസം ഞാനിങ്ങനെ വീണ്ടും ചിന്തിക്കുകയാണ്, അത് എനിക്കിങ്ങനെ തോന്നുന്നു ഒന്നുകൂടി സനയോടൊന്ന് സംസാരിക്കണം. അതായത് ലൈഫിൽ എടുക്കുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനമാണ്. അപ്പോൾ ഒരുപാട് ചിന്തിച്ചിട്ട് എടുക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരു ആവേശത്തിന് പുറത്തോ അതല്ലെങ്കിൽ ഒരു ചിന്തയുടെ പുറത്തോ നമ്മൾ എടുത്ത് ചാടിയെന്ന് പിന്നീട് തോന്നാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ആലോചിച്ചിട്ട് തീരുമാനമെടുത്താൽ മതി. നാളെ കല്യാണമാണെങ്കിൽ പോലും ഇപ്പോൾ ഇന്ന് ഈ രാത്രി വരെ സനയ്ക്ക് വീണ്ടും റീതിങ്ക് ചെയ്യാനുള്ള സമയമുണ്ട്. ആ കാര്യം ഞാൻ പറയുന്ന സമയത്ത് സന എന്നോട് പറഞ്ഞതാണ് നിങ്ങൾ തുടക്കത്തിൽ കേട്ടത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം, നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്, നമ്മളെ വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്, നമ്മുടെ ജീവിതത്തോടൊപ്പം ചേർത്ത് പിടിക്കുമ്പോൾ എത്രത്തോളം മനോഹരമായിട്ട് നമുക്ക് ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് പരിമിതികളുണ്ടെന്ന് വ്യക്തമായ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ആ പരിമിതികളെ സനക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുകൂടി ഉണ്ടെന്ന് വീണ്ടും ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ല സന? അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഷാനു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും ഇത്. അതായത് ലൈഫിൽ എന്തെങ്കിലും തീരുമാനം ഓക്കെ, അതായത് ഞാൻ സനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എടുക്കുന്ന തീരുമാനം പൂർണ്ണമായിട്ടും സന്തോഷത്തോടു കൂടി എടുത്തതാണെങ്കിൽ പോലും പിന്നീട് എപ്പോഴെങ്കിലും ഇതിനേക്കാൾ നല്ലൊരു ജീവിതം കിട്ടുമായിരിക്കുമെന്ന് തോന്നിയാൽ, അതല്ലെങ്കിൽ ഇതിനേക്കാളും സന്തോഷമുള്ളൊരു ജീവിതം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് എന്നോട് ഓപ്പണായിട്ട് പറയണം എന്നും, ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് എന്നോട് ഡിസ്കസ് ചെയ്ത് ആ തീരുമാനത്തോടൊപ്പം ഉറച്ചു നിൽക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു വിവാഹ ജീവിതത്തിൽ ഒരാളോടൊപ്പം ജീവിക്കുന്ന സമയത്ത് നമുക്കതിലൊരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഒരുപാട് കാലം കഷ്ടപ്പെട്ട് ജീവിക്കരുത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സനയോട് അങ്ങനെ പറഞ്ഞത്, സനയ്ക്ക് ഇതിനേക്കാൾ സന്തോഷമുള്ളൊരു ജീവിതം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ സന അത് എന്നോട് അന്ന് പറയണം. അത് എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും എന്നോട് ഓപ്പണായിട്ട് പറയണം. ഒരിക്കലും എന്നോടൊപ്പമുള്ള ജീവിതത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റോ ഒരു സാരമില്ല ലൈഫ് ഇങ്ങനെയൊക്കെ പോവട്ടെ എന്നൊരു തോന്നലോ ഉണ്ടാവരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു റീസെൻറ്റ് കാലഘട്ടത്തിലല്ലേ, നമ്മൾക്കറിയാം കഴിഞ്ഞ ദിവസം വിവാഹവുമായി മുന്നോട്ട് പോവുകയും അതോടൊപ്പം തന്നെ ഉണ്ടായ പ്രശ്നങ്ങളിലൂടെ
ഒരു പെൺകുട്ടി, നമ്മൾ അവരെ പേരൊന്നും എടുത്ത് പറയേണ്ട, സ്വന്തം കാമുകന് വിഷം നൽകി കൊല്ലാൻ ശ്രമിക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്ത കാര്യമൊക്കെ നമ്മൾ കാണുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ തൊട്ട് മുമ്പ് ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഒരു കാമുകൻ വിവാഹത്തിൽ നിന്ന് പെൺകുട്ടി പിന്മാറിയത് കൊണ്ട് കഴുത്തറുത്ത് കൊന്നു എന്നുള്ളൊരു വാർത്ത കൂടി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതമാണ് ഈ കുട്ടികളുടെ കാര്യം ഓർത്തിട്ടുണ്ട്. നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ ഇത്ര ഇഷ്ടപ്പെടുന്ന ഒരാളെ കൊലപ്പെടുത്തിക്കൊണ്ട് പ്രതികാരം ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് അല്ലേ. സന, എന്തായാലും പഠിക്കുന്ന കാലത്ത് ആർക്കായാലും ഒരു പ്രാവശ്യമെങ്കിലും പ്രണയമൊക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലേ. നമുക്ക് ചെറിയ കുട്ടി, അതായത് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളോടോ അല്ലെങ്കിൽ നമ്മളെ കംഫർട്ടബിൾ ആണെന്ന് നമുക്ക് തോന്നും. വിവാഹത്തിന് മുൻപ് തന്നെ സനയോട് ഷിഹാബ് പറഞ്ഞിരുന്നു നല്ലതുപോലെ ആലോചിച്ചിട്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ എന്ന്. അന്ന് സന പറഞ്ഞത് എനിക്ക് ഒരു പ്രശ്നവുമില്ല, എനിക്ക് ഇത് തന്നെ മതി, ഞാൻ മനസ്സുകൊണ്ട് അംഗീകരിച്ചതാണ്, എനിക്ക് ഈ വിവാഹം തന്നെ മതി എന്ന് അന്ന് സന പറഞ്ഞതാണ്. അവരുടെ വിവാഹ വീഡിയോസും ഫോട്ടോസും ഒക്കെ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ മനുഷ്യരും ഒരുപാട് സന്തോഷിച്ച നിമിഷങ്ങളാണ്. ആ പെൺകുട്ടി ഒരുപാട് അഭിനന്ദിച്ച നിമിഷങ്ങളാണ്. കാരണം ഇത്രത്തോളം ഒരു അംഗവൈകല്യം ഉള്ള ഒരു ഷിഹാബ്, ആ ഷിഹാബിന് ഒരു കുറവില്ലാത്ത ഈ സന വിവാഹം കഴിക്കുന്നു. അതായത് ആ മനസ്സിന്റെ സൗന്ദര്യം കണ്ടിട്ട് ഒരുപാട് പേര് ആ പെൺകുട്ടിക്ക് ഒരുപാട് സന്തോഷവും അഭിനന്ദനവും ഒക്കെ അറിയിച്ച ഒരു സന്ദർഭമായിരുന്നു അവരുടെ ആ വിവാഹ സമയം എന്ന് പറയുന്നത്. അന്ന് സന പറഞ്ഞത് ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് കെട്ടുവാണ് ഷിഹാബിനെ എന്നാണ് അന്ന് വിവാഹശേഷം ഷിഹാബ് സനയോട് പറഞ്ഞത്. നിനക്ക് എന്തെങ്കിലും എന്നേക്കാൾ നല്ലൊരു ജീവിത പങ്കാളി വേണമെന്ന് തോന്നിയാൽ ആ നിമിഷം നീ എന്റെ അടുത്ത് പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്തൊരു ജീവിതം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി സ്നേഹിച്ച് കഴിയുന്ന ഒരു ജീവിതമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നൽ എന്തെങ്കിലും ഉണ്ടായാൽ എന്നോടത്ത് അത് തുറന്നു പറയണം എന്നാണ് അന്ന് ഷിഹാബ് പറഞ്ഞത്. ഒരിക്കലും ഷിഹാബ് മനസ്സോടായിരിക്കത്തില്ല അങ്ങനെ പറയുന്നത്. കാരണം ഷിഹാബിന്റെ ജീവനാണ് സന, സനയ്ക്ക് ജീവന്റെ ജീവനാണ് ഷിഹാബ്. അങ്ങനെ രണ്ടാളും ഒരുമിച്ച് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ഡിസിഷൻ മേക്കേഴ്സ് ആകുമ്പോഴാണ് നമുക്ക് ലൈഫ് ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. ഞാനും വൈഫുള്ള ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മാറണം എന്നുള്ളത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മോള് ഏറ്റവും ഹാപ്പി ആയിട്ട് എൻ്റെ കൂടെയുണ്ട്. വൈഫും മോളെ വിളിക്കുന്നു, സംസാരിക്കുന്നു, അവൾ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവളും എൻഗേജ്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കുറേ കാലമായിട്ട് നമ്മൾ ഒരുമിച്ചുള്ള ഫ്രെയിമുകളൊന്നും നിങ്ങൾ കാണാത്തത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോൾ ലീഗലി ഡിവോഴ്സ്ഡ് ഒന്നുമല്ല, അവിടെ ഉണ്ട്, മോളെൻ്റെ കൂടെയുണ്ട്. എന്തായാലും രണ്ടാളും മേഡ് ഫോർ ഈച്ച് അതർ ആണ്. ഷിഹാബിന് സനയോ സനയ്ക്ക് ഷിഹാബിനെയോ പിരിയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഒരിക്കലും രണ്ടാളും തമ്മിൽ പിരിയാതിരിക്കട്ടെ. ഈ ജീവിതത്തിൽ ഉടനീളം ആ കുഞ്ഞാമിയായിട്ട് സന്തോഷത്തോടുകൂടി രണ്ടാളും ഒരുമിച്ച് കഴിയുന്നത് കാണാനാണ് എല്ലാവർക്കും സന്തോഷവും ഇഷ്ടം. കാരണം ഒരുപാട് പേരുടെ സ്നേഹങ്ങളും ഇഷ്ടങ്ങളും ഏറ്റുവാങ്ങിയ രണ്ടുപേരാണ് ഈ സനയും ഷിഹാബും. എന്തായാലും ജീവിതത്തിൽ ഉടനീളം അവർ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകട്ടെ.